അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാനുള്ള പോരാട്ടമാണ്. അത് വെറും സംഘർഷവും സംഘട്ടനവും യുദ്ധവും പരസ്പരം ആക്രമണവും ഒന്നുമല്ല. സഹനം, സഹിച്ചുകൊണ്ട് ക്ഷമാപൂർവം കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതും അതിന്റെ ഭാഗം തന്നെയാണ്. വളരെയേറെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നടന്നൊരു വേദിയാണ്. അതുകൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലായാലും ഇന്ത്യൻ സാഹചര്യമായാലും ഒക്കെ നമുക്കറിയാം. ഇന്ത്യൻ സാഹചര്യത്തിൽ അക്രമങ്ങൾ പല വിധത്തിൽ പല രൂപത്തിൽ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്നു. മസ്ജിദുകളുടെ മേൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അവിടെയൊക്കെ ചെറിയ ചെറിയ ആശ്വാസ രേഖകളും നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ഒരു വർഷം പല മസ്ജിദുകൾക്ക് മുമ്പിലും സർവേ പ്രഖ്യാപിക്കലും ആക്രമണം നടത്തലും ഉത്തരേന്ത്യയിൽ സ്ഥിരമായിരുന്നു. അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ ഒരു ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട്. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഉണ്ടാക്കിയതാണ്. ബാബരി മസ്ജിദിന്റെ തർക്കം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് 1990കളിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഇനിയും ആരാധനാലയങ്ങളെ സംബന്ധിച്ച തർക്കങ്ങൾ വന്നേക്കാം. അപ്പൊ അതിനൊരു അറുതി വേണം. ആ അറുതി വരുത്താനാണ് 91 ആരാധനാലയ സംരക്ഷണ നിയമം ഉണ്ടാക്കിയത്. അതിലെന്താ പറയുന്നത്? 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യയിൽ ഒരു ക്ഷേത്രം 47 ആഗസ്റ്റ് 15-ന് ക്ഷേത്രമാണെങ്കിൽ അത് എന്നും ക്ഷേത്രമായിരിക്കും. 47 ആഗസ്റ്റ് 15-ന് ഒരു ആരാധനാലയം മസ്ജിദാണെങ്കിൽ അതെന്നും മസ്ജിദായിരിക്കണം. അതാണ് സംരക്ഷണം. അതല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ അവകാശവാദമായിട്ട് വന്നാൽ ആ അവകാശവാദത്തെ കുറിച്ച് കേൾക്കാൻ പോലും പാടില്ല. അതാണ് ആ നിയമത്തിന്റെ സവിശേഷത. ആ നിയമത്തിന്റെ പിൻബലത്തിലാണ് രാജ്യത്ത് സംഘപരിവാർ ഉറഞ്ഞു തുള്ളിയപ്പോഴും ആയിരക്കണക്കിന് മസ്ജിദുകൾ കഴിഞ്ഞ 10-30 കൊല്ലമായി സംരക്ഷിക്കപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം. ആ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, കണ്ട പള്ളിക്ക് മുഴുവനും സർവേക്ക് വേണ്ടി കീഴ്ക്കോടതികളിൽ അപേക്ഷ കൊടുത്താൽ അതിന് കീഴ്ക്കോടതികൾ ഉത്തരവ് കൊടുക്കേണ്ടതില്ല. അത്തരം തർക്കങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. ആരാധനാലയങ്ങളെ സംബന്ധിച്ച് തർക്കിക്കാൻ ഇന്ത്യയിൽ പറ്റില്ല. കാരണം ഇവിടെ ഇങ്ങനൊരു നിയമമുണ്ട് എന്ന് 2 മാസം മുമ്പ് സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തിയത് ഇന്ത്യയുടെ ഈ വിവിധ ഭാഗങ്ങളിൽ മസ്ജിദുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി വന്നപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദേശീയ സാഹചര്യം കേരളത്തിലും അതുപോലെ ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പല കാര്യത്തിലും. അപ്പൊ അവിടെയൊക്കെ ഇസ്ലാമികമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ജനവിഭാഗം എന്ന നിലയിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആത്മസംയമനത്തോടുകൂടി ബുദ്ധിപരമായി അതിനെ നേരിട്ട് നാട്ടിലെ മതേതര സമൂഹത്തിന്റെ പിൻബലത്തോടുകൂടി നമുക്ക് ജീവിക്കണം. നമ്മുടെ തലമുറകൾക്ക് ജീവിക്കണം. ഈ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തി മുന്നോട്ട് പോകണം. ഈ നാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് വിവിധ മതങ്ങളുടെ വിളഭൂമിയാണ് ഭാരതം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും നൽകിയ സംഭാവനകൾ ഈ മണ്ണിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതെല്ലാം തച്ചുടച്ച് ഏക മാനവികതയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അതിനെ അനുവദിക്കുകയില്ല. എല്ലാ കാര്യത്തിലും വിശ്വാസ കാര്യങ്ങളിൽ പോലും തർക്കമുണ്ടാക്കാനുള്ള ശ്രമം ചില കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടുത്തെ നമ്മളെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം ഐക്യത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനെ തകർക്കാൻ ചില ചെറിയ വിഭാഗം വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ വളരെ ആത്മസംയമനത്തോടുകൂടി, അതാണ് വിശ്വാസിയുടെ ഒരു കരുത്ത്. വികാരം ഒന്നിനും പരിഹാരമല്ല. ആത്മസംയമനത്തോടുകൂടി ഇസ്ലാമികമായ ശിക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് സഹവർത്തിത്വത്തോടെ സാഹോദര്യത്തോടെ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കണം. സാന്ദർഭികമായി ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ വാർഷിക പരിപാടിക്കും ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്.
ഈ ദാറുൽ ഉലൂമിൽ എൻ്റെ ഈ കഴിഞ്ഞ 10-14 കൊല്ലത്തെ കാലയളവിൽ ഒരുപാട് തവണ വരാനും ഇത്തരം സമ്മേളനങ്ങളിൽ അഭിസംബോധന ചെയ്യാനും അവസരമുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് സർവശക്തനായ തമ്പുരാൻ കൂടുതൽ പുരോഗതിയും യശസ്സും ഉയർത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.